നമസ്കാരം, മങ്കി വൈസ് ആണ്. ഈ ലൈഫ് എന്ന് പറഞ്ഞ സംഭവം ഭയങ്കര രസമാണ്. ചില സമയത്ത് ലൈഫ് ഇങ്ങനെ ആ ജേണി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചില സമയങ്ങളിൽ ചില സിറ്റുവേഷൻസിൽ നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ പാഷൻ ഇതൊക്കെ ഒരു സ്ഥലത്ത് വെച്ച് മുന്നോട്ട് നടക്കേണ്ടി വരും. പ്രിയപ്പെട്ട ആൾക്കാരെ പിരിയേണ്ടി വരും. അതും പറഞ്ഞ് ഒരൊറ്റ മൊമെൻ്റ് കൊണ്ടൊക്കെ ചുറ്റുമുള്ള ലൈഫ് മൊത്തം കൊളാപ്സ് ആവുന്നത് കാണേണ്ടി വരും. അങ്ങനെ ഹോപ്പ്ലെസ് ആകുന്ന കുറേ സിറ്റുവേഷൻസ്, അങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ ഒരു പരിപാടി ചെയ്യാറുണ്ട്. മെസ്സിനെ കുറിച്ച് ആലോചിക്കും. 2016 കോപ്പ അമേരിക്ക, അതായത് സൗത്ത് അമേരിക്കയിലെ ഏറ്റവും വലിയൊരു കപ്പാണ്. ആ കപ്പ് തോറ്റു കഴിഞ്ഞിട്ട് മെസ്സി ലോകത്തിലെ ഏറ്റവും വലിയ അത്ലറ്റാണ്, സ്പോർട്സ് പേഴ്സൺ ആണ്, ഫുട്ബോളറാണ്. അയാൾ നിന്ന് കരയും, എന്നിട്ട് പറയും ഞാൻ ഇനി എൻ്റെ രാജ്യത്തിന് വേണ്ടി ബൂട്ട് അണിയുന്നില്ല, കളിക്കുന്നില്ല. പിന്നെ വീട്ടുകാരും കുടുംബക്കാരും കൂട്ടുകാരൊക്കെ പറഞ്ഞ് പുള്ളി തിരിച്ചു വരും. ആലോചിക്കണം കേട്ടോ, ആ തിരിച്ചു വരവ് തന്നെ, ഞാൻ നിർത്തിപ്പോവാന്ന് പറഞ്ഞ് തിരിച്ചു വരവ് തന്നെ ഒരു ഹ്യൂമിലിയേറ്റിംഗ് പരിപാടിയാണ്. പക്ഷെ പുള്ളി അതിൽ നിന്ന് റിസൾട്ട് ഉണ്ടാകും. വീണ്ടും അർജന്റീനയെ ഒരു ലോകകപ്പ് കളിക്കാൻ പുള്ളി ഹാട്രിക് ഒക്കെ അടിച്ച് ഹീറോയിസം കാണിച്ചു കൊണ്ടുപോകും. പക്ഷെ എന്നിട്ട് എന്താണ്ടാവുക, പ്രീ ക്വാർട്ടറിൽ ഫ്രാൻസിനോട് തോറ്റു പുറത്താവും. അതായത് ഒരു റിസൾട്ട് ഒരു സുപ്രഭാതത്തിൽ പൊട്ടിപ്പുറപ്പെടുന്ന ഒന്നല്ല. 31 വയസ്സിൽ 2018 റഷ്യൻ ലോകകപ്പിൽ പുറത്തായി വിഷമിച്ച് നിൽക്കുന്നൊരു മെസ്സി ഉണ്ട്. അയാൾ വീണ്ടും 4 കൊല്ലം കാത്തിരുന്നു. 2021 കോപ്പ നേടിയതിന് ശേഷം വീണ്ടും ഖത്തറിലേക്ക് ഒരു 35-കാരൻ ലൂസൈൽ സ്റ്റേഡിയത്തിലേക്ക് നടന്നു വന്നു. എന്തുണ്ടായി? വീണ്ടും റിസൾട്ട് ഉണ്ടായില്ല. സൗദി അറേബ്യയോട് തോറ്റുപോയി. പിന്നീടുള്ള 6 മത്സരങ്ങൾ ജയിച്ചിട്ടാണ് 2022 ലോകകപ്പ് മെസ്സി നേടുന്നത്. എന്ത് മനുഷ്യനാണല്ലേ! അതായത് വേറെ എന്ത് ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങൾ ഉണ്ടായാലും ഹോപ്പ് കൈവിടരുത് എന്നുള്ളൊരു മെസ്സേജാണ്. അതങ്ങനെ ആലോചിച്ചപ്പോൾ പണ്ടം കണ്ടോ എഴുതി വെച്ച ഒരു സംഭവമുണ്ട്. അപ്പം അതാ തിരക്കായിട്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെ പറയാമെന്നുള്ളൂ. മൂഞ്ചിരിക്കണം. താങ്ക് യു.